ഹായ്, ഞാൻ കൗതുകിസ്റ്റ്. നമുക്കിന്ന് തണ്ണീർത്തടങ്ങളെ ഒന്ന് പരിചയപ്പെടാം. തണ്ണീർത്തടങ്ങൾ അഥവാ വെറ്റ് ലാൻഡ്സ്, പേര് പോലെ തന്നെ ജലത്താൽ ആവൃതമായ അല്ലെങ്കിൽ ജലത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരിടം. വർഷം മുഴുവനായോ അല്ലെങ്കിൽ ഏതെങ്കിലും സീസണിലോ ജലം കെട്ടി നിൽക്കുന്നതോ അല്ലെങ്കിൽ പതുക്കെ ഒഴുകുന്നതോ ആയ വെറും 6 മീറ്ററിൽ താഴെ മാത്രം ആഴമുള്ള ഇടങ്ങളെ നമുക്ക് തണ്ണീർത്തടങ്ങളായിട്ട് കരുതാം. ഞാനിപ്പോൾ ഉള്ളത് മാവൂർ വെറ്റ്ലാൻഡ്സിലാണ്. കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ അകലെ നമ്മുടെ ചാലിയാർ പുഴയുടെ അടുത്തായിട്ട് 50 ഹെക്ടർ പരന്ന് കിടക്കുന്ന ഒരിടത്ത്. തെങ്ങിലക്കടവ് എന്ന സ്ഥലത്ത് നിന്ന് മാവൂർ ഭാഗത്തേക്കായിട്ട് ഒരു 2-3 കിലോമീറ്റർ ഈ കാഴ്ച ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇടതൂർന്ന മരങ്ങളൊക്കെയുള്ള റോഡിലൂടെ ഇതെല്ലാം കണ്ടിങ്ങനെ പോവാൻ ഒരു പ്രത്യേക രസമാണ്. ഈ പ്രദേശം പണ്ട് ഇഷ്ടിക ചൂളകൾക്കൊക്കെ പേര് കേട്ടതായിരുന്നു. ഇഷ്ടിക നിർമ്മാണത്തിനായിട്ട് മണ്ണ് കുഴിക്കുന്ന പോലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വന്നിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് പതിയെ പതിയെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പിന്നീട് ഇത് പൂർണ്ണമായും ഒരു തണ്ണീർത്തടമായി മാറി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത് നാച്ചുറലുമാവാം, മനുഷ്യനിർമ്മിതവുമാവാം. നമ്മുടെ കായലുകൾ, അഴിമുഖങ്ങൾ, ചേറ്റുപ്രദേശങ്ങൾ, കടലോര കായൽ, ചതുപ്പ് നിലങ്ങൾ, പിന്നെ കണ്ടൽക്കാടുകൾ, ഇവയെല്ലാം തണ്ണീർത്തടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ തണ്ണീർത്തടങ്ങൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് കരയുടെയും വെള്ളത്തിൻ്റെയും ഇടയിലായിട്ടുള്ള ട്രാൻസിഷൻ സോണുകളിലാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആവാസ വ്യവസ്ഥകൾക്ക് ഒക്കെ ഉള്ളതിനേക്കാൾ ഏറെ സമ്പുഷ്ടമായ ജൈവ വൈവിധ്യം ഈ വെറ്റ്ലാൻഡ് ഇക്കോസിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും. സസ്യങ്ങൾ, പ്രാണികൾ, തവളകൾ, ഇഴജന്തുക്കൾ, കിളികൾ, ചിത്രശലഭങ്ങൾ, മത്സ്യങ്ങൾ തുടങ്ങി അനേകം ജന്തുജാലങ്ങൾ ഇവിടെ കാണാം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ദേശാടന കിളികൾ. കാലാവസ്ഥയ്ക്കനുസരിച്ച് ഓരോ ദേശത്തു നിന്ന് ഇവ ഇവിടെ വരുന്നത് സ്ഥിരം കാഴ്ചയാണ്. തണ്ണീർത്തടങ്ങളെ വിശേഷിപ്പിക്കുന്നത് തന്നെ ഭൂമിയുടെ വൃക്കകൾ എന്നാണ്. അടിഞ്ഞു കൂടുന്ന മാലിന്യങ്ങളെ സസ്യങ്ങളും സൂക്ഷ്മജീവികളും ചേർന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് മലിനമായ ജലത്തെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. വെള്ളത്തിലുള്ള അമിതമായ ന്യൂട്രിയൻസിനെയൊക്കെ ഇത് ഫിൽട്ടർ ചെയ്യുന്നു. അങ്ങനെ നൈട്രജൻ സൈക്കിൾ, സൾഫർ സൈക്കിൾ പോലുള്ളവയൊക്കെ സുഗമമായിട്ട് നടക്കാൻ സഹായിക്കുന്നു. ഈ തണ്ണീർത്തടങ്ങൾ മണ്ണൊലിപ്പ് തടയാനും സഹായിക്കും. അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കവും തടയാൻ സഹായിക്കാറുണ്ട്. എങ്ങനെയെന്നല്ലേ, ഈ തണ്ണീർത്തടങ്ങൾ ഒരു സ്പോഞ്ച് പോലെയാണ്. മഴക്കാലത്ത് വരുന്ന അമിതമായിട്ടുള്ള വെള്ളം ഇവ വലിച്ചെടുക്കും. എന്നിട്ട് ഭൂമിക്കടിയിൽ അങ്ങനെ ശേഖരിച്ചു വെക്കും. ഈ ഊർന്നിറങ്ങുന്ന ശുദ്ധമായിട്ടുള്ള ജലം നമുക്ക് അടുത്തുള്ള കിണറുകളിലൊക്കെ ലഭ്യമാവുന്നുണ്ട്. അതുപോലെ തന്നെ വരൾച്ചയുടെ കാലത്ത് ഇങ്ങനെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വെള്ളം അക്വിഫർ പതിയെ റിലീസ് ചെയ്യും. അങ്ങനെ വരൾച്ചയെയും വെള്ളപ്പൊക്കത്തിനെയും ഒരുപോലെ പ്രതിരോധിക്കാൻ ഈ വെറ്റ്ലാൻഡ്സ് ഏറെ സഹായകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വെറ്റ്ലാൻഡ്സ് കാർബൺ സിങ്കായിട്ട് ആക്ട് ചെയ്യുന്നുള്ളത്. എന്താണ് ഈ കാർബൺ സിങ്ക്? അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡിനെ ക്യാപ്ചർ ചെയ്തിട്ട് സസ്യങ്ങളിലും മണ്ണിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പ്രത്യേകിച്ച് ഈ പീറ്റ് സോയിൽ പോലുള്ള മണ്ണ്. പീറ്റ് സോയിൽ എന്ന് പറയുമ്പോൾ സസ്യങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ അടങ്ങുന്ന മണ്ണിന്, അവയിലൊക്കെ ഈ കാർബൺ വർഷങ്ങളോളം ട്രാപ്പാവുന്നുണ്ട്. എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം? അന്തരീക്ഷത്തിലെ കാർബൺ കുറയുമ്പോൾ അതുമൂലമുണ്ടാകുന്ന ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം കുറയുന്നു. അതുവഴി കാലാവസ്ഥാ വ്യതിയാനം പോലുള്ളവ ഒരു പരിധിവരെ തടയാനും അതുവഴി ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കാനും ഈ വെറ്റ്ലാൻഡ്സ് ഏറെ ഹെൽപ്ഫുള്ളാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വെറ്റ്ലാൻഡ്സിനെയൊക്കെ നമ്മൾ നശിപ്പിക്കുന്ന പക്ഷം അല്ലെങ്കിൽ ഇതിൻ്റെ എക്കോസിസ്റ്റത്തിന് ആഘാതമുണ്ടാവുമ്പോൾ ഇങ്ങനെ ഭൂമിക്കടിയിൽ ട്രാപ്പാവുന്ന കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് പോലുള്ളവ അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യും. അല്ലെങ്കിൽ അതിനെ വലിച്ചെടുക്കുന്ന അളവ് കുറയും. അത് കാരണം ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ ഉണ്ടായേക്കാം. അപ്പോൾ വെറ്റ്ലാൻഡ്സിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് കാണേണ്ട ഒന്നാണ്. നിങ്ങൾക്കറിയോ ലോകത്തിലുള്ള ഏറ്റവും വലിയ വെറ്റ്ലാൻഡ് ഏതാണ്? അത് സൗത്ത് അമേരിക്കയിലുള്ള പാൻറ്റനൽ വെറ്റ്ലാൻഡ്സ് ആണ്. അപ്പോൾ ഇന്ത്യയിലെയോ? ഒരു സംശയം വേണ്ട, അത് നമ്മുടെ സുന്ദർബൻസ് തന്നെ. ഗംഗാ നദിയുടെയും ബ്രഹ്മപുത്ര നദിയുടെയും ഡെൽറ്റയിലുള്ള ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന സുന്ദർബൻസ്, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളുള്ള നമ്മുടെ റോയൽ ബംഗാൾ ടൈഗറുള്ള സുന്ദർബൻസ്. അപ്പോൾ കേരളത്തിലെയോ?
അത് നമ്മുടെ വേമ്പനാട് കോൾ വെറ്റ്ലാൻഡ്സ് ആണ്. കേരളത്തിൽ മൊത്തത്തിൽ 217 വെറ്റ്ലാൻഡ്സ് ഉണ്ട്. അതിൽ 3 റാംസാർ സൈറ്റുകളാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എന്താണ് ഈ റാംസാർ സൈറ്റ് എന്നല്ലേ? 1971 ഫെബ്രുവരി 2 ഇറാൻ എന്ന രാജ്യത്തെ റാംസാർ എന്ന സിറ്റിയിൽ യുനെസ്കോയുടെ കീഴിലായിട്ട് കുറച്ച് പേര് ഒരു കൺവെൻഷൻ നടത്തി. ഈ തണ്ണീർത്തടങ്ങളുടെ ആവശ്യകതയെയും അതിനെ എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ളതിനൊക്കെ കുറിച്ച് ഉള്ള ഒരു കൺവെൻഷനായിരുന്നത്. അതിൻ്റെ പേരാണ് റാംസാർ കൺവെൻഷൻ. അന്നവിടെ തണ്ണീർത്തടങ്ങളെ നിർവചിക്കുകയും അതിനെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള ഫ്രെയിം വർക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. ഇന്ത്യ അതിൽ സിഗ്നേറ്ററി ആയത് 1982 ഇന്ത്യയിൽ ആദ്യമായിട്ട് റാംസാർ സൈറ്റായിട്ട് പ്രഖ്യാപിച്ചത് ഒഡീഷയിലെ ഉപ്പു തടാകമായ ചിൽക്ക ലേക്കാണ്. ഈ റാംസാർ സൈറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന വെറ്റ്ലാൻഡ്സ് പിന്നെ അതിൻ്റേതായ ഇമ്പോർട്ടൻസോട് കൂടിയാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഇതിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന് ഇത് സസ്റ്റൈനബിളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ 85 റാംസാർ സൈറ്റുകളാണ് ഉള്ളത്. അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് 2024 ഓഗസ്റ്റിൽ 3 തിരഞ്ഞെടുത്തു. 2 തമിഴ്നാട്ടിലും 1 മധ്യപ്രദേശിലും. നമ്മുടെ ഈ കോഴിക്കോടുള്ള കോട്ടൂളി വെറ്റ്ലാൻഡ്സ് റാംസാർ സൈറ്റായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ കുറേ നാളായിട്ട് ആലോചനയിലാണ്. റാംസാർ കൺവെൻഷൻ നടന്ന ഫെബ്രുവരി 2 വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത്. 1997 മുതൽ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിച്ചു വരുന്നുണ്ട്. ഈ വർഷത്തെ, അതായത് 2025 വെറ്റ്ലാൻഡ് ഡേ തീം എന്താണെന്ന് അറിയാമോ? പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ളതാണ്. 2017 ഇന്ത്യയിൽ വെറ്റ്ലാൻഡ്സിന് വേണ്ടി ഒരു പ്രത്യേക നിയമം കൊണ്ടുവന്നത്. വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് റൂൾസ് 2017 പ്രകാരം നെൽവയലുകളും നമ്മുടെ നദികളും ഒന്നും തണ്ണീർത്തടങ്ങളായിട്ട് പരിഗണിക്കുന്നില്ല. പക്ഷേ അതിനും എത്രയോ മുന്നേ തന്നെ കേരളത്തിൽ ഇതിനു വേണ്ടി ഒരു നിയമം വന്നിട്ടുണ്ട്. കേരളമാണ് ആദ്യം ഇങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവന്ന സംസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അത് 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ആണ്. ഈ നിയമത്തിലെ സെക്ഷൻ 3 പ്രകാരം തണ്ണീർത്തടങ്ങളൊന്നും നികത്താൻ പാടില്ല. സെക്ഷൻ 23 പ്രകാരം ഇങ്ങനെ നികത്തിയാൽ 6 മാസം മുതൽ 3 വർഷം വരെ തടവോ അല്ലെങ്കിൽ 50,000 രൂപ മുതൽ 1,00,000 വരെ പിഴയോ കിട്ടിയേക്കാം. അതോടൊപ്പം തന്നെ സെക്ഷൻ 13 പ്രകാരം ഇങ്ങനെ ആരെങ്കിലും അനധികൃതമായിട്ട് തണ്ണീർത്തടങ്ങൾ നികത്തിയാൽ അവരുടെ സ്വന്തം ചെലവിൽ തന്നെ അത് പൂർവ്വസ്ഥിതിയിലാക്കണം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ജില്ലാ കളക്ടറാണ് ഉത്തരവിറക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ പറയട്ടെ, ഭവനമില്ലാത്തവർക്ക് ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ടും പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ടും ചിലപ്പോൾ ഇവരുടെ അനുമതിയോടുകൂടി തണ്ണീർത്തടങ്ങൾ ഉപയോഗപ്പെടുത്താം എന്നും കൂടെയുണ്ട്. നമ്മൾ പലയിടത്തും കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മാലിന്യം. പലപ്പോഴും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്നവരും വഴിയിലൂടെ പോകുന്നവരും ഒക്കെ കാലി സ്ഥലം കാണുമ്പോൾ അലക്ഷ്യമായിട്ട് വേസ്റ്റുകൾ വലിച്ചെറിയാറുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും ചിപ്സിൻ്റെ കവറോ ബോട്ടിൽസോ ഒക്കെ അങ്ങിങ്ങായിട്ട് ഇടുന്നത് കാണാം. ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും വേസ്റ്റുകൾ അവിടെ ഇവിടെയായിട്ട് വലിച്ചെറിയുന്നത് ഒഴിവാക്കാൻ പറ്റും. അത് നമ്മൾ വെറ്റ്ലാൻഡ്സിനോട് എന്നല്ല, പ്രകൃതിയോട് തന്നെ ചെയ്യുന്ന വളരെ 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 ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുകൂടാതെ തന്നെ ഒരുപാട് കൺസ്ട്രക്ഷൻസും ഫാക്ടറി വേസ്റ്റുകളും അതുപോലെ മൈനിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം വെറ്റ്ലാൻഡ്സിന് ത്രെട്ടനിങ് ആയിട്ടുള്ളത് തന്നെയാണ്. മറ്റൊരു പ്രധാന വില്ലനാണ് ഇൻവേസീവ് സ്പീഷീസ്. പുറമേ നിന്നും വന്ന് ഈ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ച് കളയത്തക്കവണ്ണം പെട്ടെന്ന് പടർന്ന് പന്തലിച്ച് വളരുന്നവയാണ് ഇത്തരം ചെടികൾ. കണ്ണിന് എത്ര കാണാൻ ഭംഗിയുണ്ടായാലും ഈ എക്കോസിസ്റ്റത്തെ സംബന്ധിച്ച് ഇത് വെറും ഒരു കളയാണ്. അതുകൊണ്ട് അത് നശിപ്പിച്ച് കളയുക എന്നുള്ളത് വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റത്തെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ചസ്. ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം നമ്മുടെ ദേശാടന കിളികൾ വരുന്നത് പോലും കുറഞ്ഞു വരുന്നുണ്ട്.
ഇത്തവണ ജനുവരി ആയിട്ടും എനിക്ക് അധികം കിളികളെയൊന്നും നേരിട്ട് കാണാൻ പറ്റിയില്ല. ഇതാണ് നീലക്കോഴി അഥവാ ഗ്രേ ഹെഡഡ് സ്വാമ്പ് ഹെൻ. ഇവർ തണ്ണീർത്തടങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട അംഗമാണ്. ഇവരുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് ഈ തണ്ണീർത്തടങ്ങൾ. മെയിനായിട്ട് മധ്യ ഏഷ്യയിലൊക്കെ ഇവരെ കാണാറുണ്ട്. പിന്നെ കുറേ കൊക്കുകളും കാക്കകളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ തണ്ണീർത്തടങ്ങളെക്കുറിച്ചുള്ള ഒരു പറ്റ അവയർനെസ്സും കുറച്ച് കാര്യങ്ങൾ റെസ്പോൺസിബിളായിട്ട് കാണാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എക്കോസിസ്റ്റത്തെ തന്നെ സംരക്ഷിച്ച് പോരാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യണ്ട. അതിനെ വല്ലാതെ നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ തന്നെ മതി. ബാക്കി അത് ഓട്ടോമാറ്റിക്കായിട്ട് ഹീൽ ചെയ്ത് വന്നോളും. ഇങ്ങനെ നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെളിയിൽ വളരുന്ന ആമ്പൽപ്പൂവിനെ പോലെ എല്ലാത്തിലും സൗന്ദര്യം കാണാൻ പറ്റും. അടുത്ത തവണ എപ്പോഴെങ്കിലും മാവൂർ വെറ്റ്ലാൻഡ്സിൽ വരാൻ പറ്റിയാൽ ഈ വെള്ളത്തിൻ്റെ ഓളങ്ങളിലൂടെ തോണിയിലൊക്കെ പോയിട്ട് അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ആ ആഗ്രഹം ബാക്കി വെച്ച് അസ്തമയ സൂര്യനെയൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് പച്ചപ്പും കുറച്ച് വെള്ളവും കുറച്ച് കുളിർമയൊക്കെ മനസ്സിലേറ്റി എൻ്റെ ഇന്നത്തെ യാത്ര ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വിവരണം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് ഫോർ മോർ സച്ച് വീഡിയോസ്. താങ്ക് യു.